റഷ്യൻ എണ്ണ ഇറക്കുമതി നിർത്താൻ ഇന്ത്യക്ക് മേൽ സമ്മർദ്ദം ശക്തമാക്കി അമേരിക്ക. മോസ്കോയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിലൂടെ ഇന്ത്യ റഷ്യയുടെ ഉക്രൈൻ യുദ്ധത്തിന് ധനസഹായം നൽകുകയാണെന്ന് വൈറ്റ് ഹൌസിലെ ഡെപ്യൂട്ടി ചീഫ് ഓഫ് സ്റ്റാഫ് സ്റ്റീഫൻ മില്ലർ വ്യക്തമാക്കി. റഷ്യൻ എണ്ണ ഇറക്കുമതി ഇന്ത്യ തുടരാൻ തീരുമാനിച്ച സാഹചര്യത്തിലാണ് ഡൊണാൾഡ് ട്രംപിന്റെ അടുത്ത സഹായിയുടെ രൂക്ഷ വിമർശനം. വിവരങ്ങളുമായി അജയ് സുധാ ബിജു ചേരുകയാണ്. അജയ്, റഷ്യൻ എണ്ണ ഇറക്കുമതി നിർത്താൻ ഇന്ത്യക്ക് മേൽ സമ്മർദ്ദം ശക്തമാകുമ്പോൾ ഇന്ത്യ എത്രത്തോളം പ്രതിസന്ധിയിലാകുമെന്ന് കരുതണം? അനുശ്രീ, നമുക്കറിയാം, ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ ഒരു എണ്ണ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട നിരവധി ചർച്ചകൾ എല്ലാം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയും യു എസുമായിട്ടുള്ള 6ാം വട്ട ചർച്ചകൾ അത് ഈ മാസം അവസാനത്തോടെ ഉണ്ടാകുമെന്നാണ് നമ്മളിപ്പോൾ നിലവിൽ പ്രതീക്ഷിക്കുന്നത്. അതിനിടയിലാണ് യു എസിൻ്റെ ഭാഗത്ത് നിന്ന് തുടർച്ചയായി പ്രകോപനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. യു എസ് പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഭീഷണികളും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മുന്നറിയിപ്പുകളും അതെല്ലാം നമ്മൾ ഇതിനു മുൻപ് കണ്ടതാണ്. അതിനിടയ്ക്കാണ് ഇപ്പോൾ യു എസിൻ്റെ ഡെപ്യൂട്ടി ചീഫ് ഓഫ് സ്റ്റാഫിലുള്ള അംഗമായിട്ടുള്ള സ്റ്റീഫൻ മില്ലർ അദ്ദേഹം ഇന്ത്യയെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുള്ളത്. ഇപ്പോൾ നിലവിൽ യു എസിൻ്റെ പ്രസിഡന്റ് അല്ലാതെ അവിടെയുള്ള മറ്റ് പ്രതിനിധികളിൽ നിന്നുണ്ടായിട്ടുള്ളത് വെച്ച് ഏറ്റവും രൂക്ഷമായിട്ടുള്ളൊരു വിമർശനം കൂടിയാണിത്. ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിലൂടെ റഷ്യയുടെ യുക്രൈൻ യുദ്ധത്തിന് ഇന്ത്യ ധനസഹായം ചെയ്യുകയാണ്, റഷ്യയ്ക്ക് ഇന്ത്യ ഫണ്ട് ചെയ്യുകയാണ് എന്നതാണ് അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ആരോപണം. ഇതിനു മുമ്പ് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്ത്യയെ ഇത്തരത്തിൽ ഒരു വിമർശിച്ചിരുന്നു. എന്നാൽ അതിനേക്കാൾ ഒരു രൂക്ഷമായ ഭാഷയിലാണ് സ്റ്റീഫൻ മില്ലറിൻ്റെ വിമർശനം എന്ന് പറയുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസമെല്ലാം കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് വന്നതിനനുസരിച്ച് യു എസിനെ അധികം പ്രകോപിപ്പിക്കാതെ ചർച്ചകളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇന്ത്യയുടെ തീരുമാനമെന്ന് പറയുന്നത്. കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഇന്ത്യ യു എസ് വ്യാപാര കരാറിൽ ഉൾപ്പെടുത്താനും ഇന്ത്യ ആലോചിക്കുന്നുണ്ട്. അതുപോലെ തന്നെ യു എസിൽ നിന്ന് കൂടുതൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, ക്രൂഡ് ഓയിൽ ഉൾപ്പെടെ വാങ്ങാനായിട്ട് ഇന്ത്യ ആലോചിക്കുന്നുണ്ട്. നിലവിൽ ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന എണ്ണയുടെ അളവിൽ 6ാം സ്ഥാനത്താണ് യു എസിൻ്റെ ഒരു സ്ഥാനമെന്ന് പറയുന്നത്. കേവലം 4.6% ക്രൂഡ് ഓയിൽ മാത്രമാണ് നിലവിൽ ഇന്ത്യ യു എസിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നത്. എന്നാൽ ട്രംപ് 2ാം വട്ടം അധികാരത്തിൽ കയറിയതിന് ശേഷം മുൻപത്തേനേക്കാൾ, കഴിഞ്ഞ വർഷത്തേക്കാൾ ഇന്ത്യ ഇപ്പോൾ നിലവിൽ ഇറക്കുമതി കൂട്ടിയിട്ടുണ്ട്. അല്ലാതെ തന്നെ ഇതിനേക്കാൾ ക്രൂഡ് ഓയിൽ ഇറക്കുമതി കൂട്ടാനാണ് ഇന്ത്യ നിലവിൽ ആലോചിക്കുന്നത്. അതേസമയം അമേരിക്കയിൽ 4.6% ക്രൂഡ് ഓയിലാണ് ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നതെങ്കിൽ റഷ്യയ്ക്ക് ഇതിൻ്റെ 10 മടങ്ങ് അപ്പുറമുള്ള ക്രൂഡ് ഓയിൽ ഇന്ത്യ റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നുണ്ട്. നിലവിൽ 36% ക്രൂഡ് ഓയിലാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നത്. ഇതിനു മുൻപേ നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രൂഡ് ഓയിൽ ഇന്ത്യ പ്രധാനമായിട്ടും വാങ്ങിയിരുന്നത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിന്നായിരുന്നു. എന്നാൽ ഈ റഷ്യ യുക്രൈൻ സംഘർഷം ഉണ്ടായതിനു ശേഷം പാശ്ചാത്യ രാജ്യങ്ങൾ, അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യയ്ക്ക് മേൽ കടുത്ത ഉപരോധവുമായി രംഗത്ത് വന്നതിന് പിന്നാലെ റഷ്യൻ ഓയിലിന് വില കുറയുകയുണ്ടായി. ഈ വില കുറഞ്ഞ പശ്ചാത്തലത്തിലാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് കൂടുതലായി ക്രൂഡ് ഓയിൽ വാങ്ങിച്ചു തുടങ്ങിയത്. നിലവിൽ 36% റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നത്. കഴിഞ്ഞ ദിവസമെല്ലാം നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം ഉൾപ്പെടെ വ്യക്തമാക്കിയിരുന്നു, ഇന്ത്യ എണ്ണ വാങ്ങുന്നത് അത് ആഗോളതലത്തിലെ വിലയുടെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ ഇന്ത്യയുടെ മറ്റ് കച്ചവട താല്പര്യങ്ങളും അതെല്ലാം അനുസരിച്ചിരിക്കും എന്നാണ് പറഞ്ഞത്. അല്ലാതെ മറ്റ് തരത്തിലുള്ള ഒരു കാര്യങ്ങളും വിട്ടുവീഴ്ചയും ഒന്നുമില്ല എന്ന് പറഞ്ഞിരുന്നു. നിലവിൽ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്ന നിലപാടിൽ നിന്ന് ഇന്ത്യ പിന്നോട്ടും പോയിട്ടില്ല. അക്കാര്യത്തിൽ എണ്ണ കമ്പനികൾക്കാണെങ്കിലും ഒരു തരത്തിലുള്ള നിർദ്ദേശവും കൊടുത്തിട്ടില്ല എന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു. നിലവിലും ആ ഒരു നിലപാടുമായിട്ട് തന്നെയാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത്. ഇന്ത്യയിൽ എണ്ണയുടെ വില, ക്രൂഡ് ഓയിലിൻ്റെ വില സന്തുലിതാവസ്ഥയിൽ നിർത്തുന്നതിനും ഈ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിച്ചു തുടങ്ങിയ ആ ഒരു കാര്യം നിർണായകം തന്നെയാണ്. ഇന്ത്യ റഷ്യയിൽ നിന്ന് അമേരിക്ക പറയുന്നത് അനുസരിച്ച് എണ്ണ നിലവിൽ വാങ്ങാതിരുന്നാൽ ഇന്ത്യയുടെ ഇറക്കുമതിയിൽ, ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിൽ മൊത്തത്തിൽ $9 മുതൽ $11 ബില്യൺ വരെ വർധനവ് ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉൾപ്പെടെ നമുക്ക് നടത്തിയിട്ടുള്ള ഒരു വിലയിരുത്തലുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്ര വലിയൊരു നഷ്ടം സഹിച്ച് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി നിർത്താനുള്ള സാധ്യതകളില്ല. പകരം അമേരിക്കയുമായി കൂടുതൽ ഉൽപ്പന്നങ്ങൾ ആ വ്യാപാര കരാറിൽ ഉൾപ്പെടുത്തി അമേരിക്കയെ സമവായത്തിൽ എത്തിക്കാനുള്ള ശ്രമങ്ങളായിരിക്കും ഇന്ത്യ അങ്ങോട്ട് നടത്തുക. അനുശ്രീ, അജയ് സുധാ ബിജു ആണ് വിവരങ്ങൾ നൽകിയത്.